അല്ല ഗൈസ്, ഇപ്പം ഒരുങ്ങിക്കെട്ടി പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് മുത്തപ്പനെ കണ്ടിട്ട് വരാം. വീട്ടിലിരുന്ന് എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് പ്രിയേച്ചി വിളിച്ചത്. നമുക്കൊന്ന് പറശ്ശിനി പോയാലോ എന്ന് ചോദിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങി. സാരി എടുത്ത് പോകണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ മഴ കണ്ടപ്പോൾ സാരി മാറ്റി നമ്മൾ പാവാട ബ്ലൗസിലോട്ട് ചാടി. ഗൈസ്, ഈ പാലത്തിന്റെ മേലെ നീ പറശ്ശിനിക്കടവ് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫീൽ. അതിപ്പോൾ ഈ വീഡിയോയിൽ വലിയ എഫക്റ്റ് ഉണ്ടെങ്കിലും നേരിട്ട് കാണാൻ നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നടാ. പിന്നെ വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി താഴത്തെപ്പോൾ എൻ്റെ പൊന്നെ ഒരുമാതിരി മാന്ത്രിക ലോകത്തെത്തിയ ഫീൽ ആയിരുന്നു എനിക്ക്. ഈ വളയെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് ഏത് ഷോപ്പ് കയറണോ എന്ത് ചെയ്യണമെന്ന് തിരിയാത്തൊരവസ്ഥ. അതല്ലേ ഈ പറശ്ശിനിയിലും ഗുരുവായൂരിലും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെന്നാ ചെയ്യേണ്ടത്, ഏത് പീടികയിലാണ് കയറേണ്ടത് നമുക്ക് തിരിയൂല. ഒരു പീടിക ഇറങ്ങേണ്ട സാധനം വീട്ടിലുണ്ടെങ്കിലും നമ്മളെല്ലായിടത്തും കയറും. ഒന്നും വാങ്ങിയില്ലെങ്കിൽ എല്ലാം ഒന്ന് നോക്കും. വേഗം നമുക്ക് കാണാൻ പോകുന്ന ആളെ കണ്ടിട്ട് എല്ലായിടത്തും പോവാം. അതുകൊണ്ട് തന്നെ ആദ്യം പോയിട്ട് നമ്മൾ പുഴയിൽ പോയി കാലൊഴുകി. എൻ്റെ പൊന്നെ, ആ പുഴയിലെ വെള്ളത്തിന് എന്തൊരു തണുപ്പാ, എന്തൊരു സുഖമാ. പുഴക്കൊന്നും അങ്ങ് കയറാൻ തോന്നില്ല. പിന്നെ നീന്താൻ അറിയാത്തത് കൊണ്ടും നല്ല വഴക്കിലുള്ളത് കൊണ്ടും വെറുതെ എന്തിനാ ഒരു സാഹസത്തിന് മുതിരുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വേഗം കയറി. ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഫോട്ടോഗ്രാഫി പാടില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഒന്നും ഇല്ല ഗൈസ്.